കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഥമ ആവിഷ്കാരമായ പ്രാർത്ഥനയും കൊണ്ട് ചെയ്യാൻ പറ്റും. വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ വിശ്വാസം എന്ന് പറയുന്ന സംഭവങ്ങൾ വേണം. വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ വിശ്വാസം എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ തന്നെ നമുക്ക് ചെറിയ വിശ്വാസം ഉണ്ടാകും, വലിയ വിശ്വാസം ഉണ്ടാകും. എന്ന് പറഞ്ഞേ, ക്രിസ്തുവിൽ തന്നെ നമ്മൾക്ക് ചെറിയ വിശ്വാസം ഉണ്ടാകും, വലിയ വിശ്വാസം ഉണ്ടാകും. അപ്പം ക്രിസ്തുവിനെ അറിയണതനുസരിച്ചാണ് ആ വിശ്വാസത്തിൻ്റെ ആക്കത്തൂക്കം ഉണ്ടാകുന്നത്, അനുപാതികം. ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നതിന് ആനുപാതികമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വിശ്വാസത്തിൻ്റെ ആക്കത്തൂക്കം. ഇപ്പോൾ അയാളോട് എന്ത് പറയുന്നു? ലൂക്ക 7:8. ലൂക്ക 7:8 എന്താണ്? കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. ക്രിസ്തു പറയുന്നുണ്ട്, ഇത്രയും വലിയ വിശ്വാസം ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ് ദാറ്റ് 7:9 ലൂക്ക 7:9. യേശു ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു. ആരെക്കുറിച്ച്? ശതാധിപനെ കുറിച്ച്. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വിശ്വാസ അപാചയത്തിൻ്റെ കാലത്താണ് ക്രിസ്തു വരുന്നത്. നമ്മുടെ ജീവിതം ഇസ്രായേലിൽ പോലും ഈ ഒരു വിജാതിയൻ്റെ വിശ്വാസം ഇല്ലാത്തൊരു കാലമാണത്. അപ്പം ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലം നോക്കുമ്പോഴേ എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുന്നു? എന്തുകൊണ്ടാണ്? ഇസ്രായേലിൽ പോലും ദൈവം ആഗ്രഹിക്കുന്നൊരു വിശ്വാസ നിലവാരം അക്കാലങ്ങളിലില്ല. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് അതുണ്ടായത്. അതുകൊണ്ട് ആട്ടിടയന്മാരെ പോയി മത്സ്യത്തൊഴിലാളികളെയൊക്കെ പോയി കാണേണ്ടി വരേണ്ട ഒരു അവസ്ഥ വരണത് അന്നത്തെ സമൂഹത്തിൽ നിലവിൽ വിശ്വാസം നിലനിൽക്കുന്ന ആൾക്കാരാണ് അവരെ. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആചാര അനുഷ്ഠാന വിശ്വാസമാണ്, അകത്തളങ്ങളിലേക്കുള്ള ആന്തരിക വിശ്വാസമില്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അനുഷ്ഠാനങ്ങൾ നമ്മൾ പാലിക്കും, ആചാരങ്ങൾ നമ്മൾ പാലിക്കും, ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകും, ചിലപ്പോൾ കുമ്പസാരിക്കും, ചില കുർബാനയൊക്കെ സ്വീകരിക്കും എന്ന് പറഞ്ഞാലും പ്രവൃത്തികളിൽ വരുമ്പോൾ ഒരു വ്യത്യാസം, ഒരു ആ വിശ്വാസത്തിൻ്റെ ആന്തരികത ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ദൈവം അത് നിങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളെ കൗണ്ട് ചെയ്യപ്പോൾ ചില ആൾക്കാർ കാണിക്കൂട്ടുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ദൈവം കൗണ്ട് ചെയ്യത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ടും പാവത്തങ്ങളോടും വീട്ടിലുള്ളവരോടും തട്ടിപ്പും അതുപോലെ തന്നെ തരികിട പരിപാടിയൊക്കെ കാണിക്കും. അപ്പോൾ തട്ടിപ്പും തരികിട പരിപാടിയും കാണിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണ്? അവരെ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രമുള്ള വിശ്വാസമാണ്, ആ വിശ്വാസം ദൈവം അംഗീകരിക്കുന്നില്ല. അതാണ് എൻ്റെ വിഷയം. അതാണ് ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം കണ്ടെത്തലെന്ന് വെച്ചാൽ സാധാരണ റോമൻ പവറിൽ ഉണ്ടാകുന്ന വിശ്വാസം പോലും ഇസ്രായേലിൽ ആന്തരികമായ വിശ്വാസം നിലനിൽക്കണില്ല. ഇത് സഭയ്ക്കും സംഭവിക്കും, നിങ്ങൾക്കൊക്കെ സംഭവിക്കും. നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടി ചെയ്യും സാങ്കേതികമായിട്ട്, പക്ഷേ ആന്തരികമായിട്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു നെഗറ്റീവ് സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന മങ്ങും. അല്ലെങ്കിൽ കൊള്ളാം, നമുക്ക് ദുരിതങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് ദുരിതങ്ങൾ 119 സങ്കീർത്തനം 71 തിരുവചനം. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. പറഞ്ഞ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. വചനങ്ങൾ അഭ്യസിക്കാൻ വേണ്ടിയാണ് നമുക്ക് ദുരിതങ്ങൾ തരണത്. അവൻ പറയണ പോലെ ചെയ്യണമെന്നല്ലേ വചനം. അപ്പം അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ദൈവം തരും. ഒന്ന് അനുഗ്രഹങ്ങൾ തരും, അപ്പോൾ നമുക്ക് ബൂസ്റ്റഡ് ആവും. അതേസമയത്ത് ദുരിതങ്ങളും തരും. എന്തിനാ കാര്യം? അപ്പോൾ ദുരിതങ്ങൾ, ഈ ഉടമ്പടി കാലത്തുള്ള ദുരിതങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഡൗൺ ആയി പോകരുത്. ദൈവസ്നേഹത്തിൻ്റെ വേറെ ആവിഷ്കാരമാണത്. ദൈവസ്നേഹം നമ്മളിലേക്ക് ദുരിതമായിട്ടും വരും. ബ്ലെസ്സിങ്ങിന് ഡിസ്കസ് എന്ന് പറഞ്ഞ പോലെ പറയുകയല്ല. ഇപ്പം തന്നെ സാനിയ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവളുടെ പ്രശ്നം എന്താ? അവൾ 4ാം നിലയിൽ നിന്ന് വീണ വല്ല പിടിയും കിട്ടുക. 4ാമത്തെ നിലയിൽ താഴെ വീണ്
അവൾക്ക് ബോധം പോയി. ബോധം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ടെസ്റ്റ് പറഞ്ഞ് നിനക്ക് 3 ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരുത്തി കൊണ്ടുവന്ന് കൃപാസനം പത്രം കൊടുത്ത്. അപ്പോൾ അവൾ വിചാരിച്ച്, മാതാവേ ഞാനിവിടുന്ന് എഴുന്നേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഉടമ്പടി ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ 4ാം നിലയിൽ നിന്ന് വീണ പക്ഷിയുടെ പിറ്റേ ദിവസം ഡോക്ടർ വീണ്ടും ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ് അത് 1 ചുരുക്കി കൊടുത്ത്. 4 ഓപ്പറേഷൻ 3 ഓപ്പറേഷൻ വേണ്ട, നിനക്ക് 1 മതി എന്ന് പറഞ്ഞു. അവളങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ചികിത്സിച്ച് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് നാട്ടിലെത്തി. അവൾ എഴുന്നേറ്റ് നടക്കണ്ടേ, 4ാം നിലയിൽ നിന്ന് വീണ്ടിരിക്കുകയാണ്, ഉറങ്ങിപ്പോയിരിക്കുന്ന ആൾ. അപ്പോൾ അവൾ പറഞ്ഞിരിക്കണത്, ഞാൻ ഒന്ന് എഴുന്നേപ്പിൽ നിർത്തിയാൽ മതി, ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം. അപ്പോൾ ആൾക്കാർ ഉടമ്പടി എടുക്കുക എന്നുള്ള ആൾക്കാർ പറയണത് അമ്മയെ വന്ന് കാണുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ വന്ന് കാണുന്നവർ ആ ഒരു സ്നേഹമാണ് അവിടുത്തെ പ്രശ്നം, ബന്ധമാണ്. ഉടമ്പടി ഒരു സങ്കീർണമായൊരു ബന്ധമാണ്, ശാശ്വത ബന്ധത്തിലേക്ക് നമ്മൾ. പക്ഷേ ആദ്യത്തെ ബന്ധം എന്താണ്? അമ്മയെ വന്ന് കാണുന്ന കാഴ്ചയും ഒരു കാഴ്ചയുടെ ഉടമ്പടിയാണ്. അത് ചുമ്മാ കണ്ടിട്ട് പോകണമല്ലോ. പിന്നെ എന്താണ്? അമ്മ പറയണ പോലെയൊക്കെ ജീവിതം ക്രമീകരിച്ച് അങ്ങനെ അവർ ഉടമ്പടി എടുക്കുന്നത്. ഇപ്പം കാഴ്ച ഉടമ്പടികൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. ഒത്തിരി പേര് വരും, വന്നിട്ട് അമ്മയെ കണ്ടിട്ട് പോകും, കണ്ണീരിട്ടിട്ട് പോകും, പിന്നെ പിറ്റേ ആഴ്ച വന്ന് ഉടമ്പടി എടുക്കും. അപ്പോൾ ഈ കാഴ്ച ഉടമ്പടി അവൾ പറയണത് എന്നെ ഒന്ന് എഴുന്നേപ്പിൽ നിർത്തിയാൽ മതി, നിർത്തിയാൽ ഞാൻ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറയും. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ ആ കിടപ്പ് കാലത്ത് ഒരു അച്ഛൻ വന്നിട്ട് അവളുടെ ഫോട്ടോ എടുത്തിട്ട് പറയും, ഇത് എൻ്റെ ഫേസ്ബുക്കിൽ ഇടട്ടെ, നിങ്ങൾക്കിപ്പോൾ ഭയങ്കര കഷ്ടപ്പാടല്ലേ, നിങ്ങളുടെ അക്കൗണ്ട് ഇട്ടാൽ മതി, ചിലപ്പോഴേ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അവരുടെ മെയിൻ പ്രശ്നം എന്തായിരുന്നു? വർഷങ്ങളായിട്ട് വീടില്ല, അതാണ് പ്രശ്നം. വർഷങ്ങളായിട്ട് സ്വന്തമായിട്ട് വീടില്ല. ഇപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോഴുണ്ട് അവർക്ക് വീട്, അവരുടെ ചികിത്സ മുഴുവൻ ഏറ്റെടുക്കാൻ ഒരാൾ വന്ന്, പിന്നെ ഉടനെ അവർക്ക് വീട് വാങ്ങിച്ചു കൊടുക്കാൻ ആൾ വന്നു, അത് ഒരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ വേറെ ആൾ വന്ന്, പെട്ടെന്നാണ് അവൾ എഴുന്നേറ്റ് വരുന്ന മുമ്പ് അവർക്ക് വീട് സ്ഥലവുമായി ഉടനെ. അപ്പോൾ നോക്കിയേ, അപ്പോൾ നമ്മുടെ കാഴ്ച ഉടമ്പടിക്ക് മുമ്പ് ഒരു നേർച്ച ഉടമ്പടി വരുന്നുണ്ട്. എത്ര തരം ഉടമ്പടിയാണ് ആൾക്കാർ പറയണത് ഇപ്പം? ആദ്യം തന്നെ എന്താ? നേർച്ച ഉടമ്പടിയാണ്. എന്താണ്? ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം. അപ്പം തന്നെ കണ്ടോളാം എന്ന് പറയുമ്പോൾ എന്താണ്? വാഗ്ദാനമായി. വാഗ്ദാനം വന്നു കഴിഞ്ഞാൽ ഉടനെ, വാഗ്ദാനത്തിലല്ല ഉടമ്പടി, വാഗ്ദാന പേടകമല്ലേ അമ്മ. അപ്പോൾ വാഗ്ദാനത്തിലാണ് ഉടമ്പടി. ആദ്യ ഉടമ്പടി ചെയ്യണ വാഗ്ദാനത്തിലാണ്. പിന്നെയാണ് ആദ്യം നേർച്ച ഉടമ്പടി, പിന്നെ കാഴ്ച ഉടമ്പടി, പിന്നെയാണ് നമ്മൾ മാതാവുമായിട്ട് മരിയൻ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഈ നേർച്ച ഉടമ്പടി തന്നെ ആദ്യമേ ഫലിച്ചു. പിന്നെ എന്താണ്? പിന്നെയാണ് അവൾ അമ്മയെ വന്ന് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നത്. അപ്പോൾ ഈ വിഷയമെന്ന് പറയണത്, ഇതിൻ്റെ ഉള്ളിൽ ഈ വിശ്വാസത്തിൻ്റെ ഒരു വളർച്ചയുണ്ട്. വിശ്വാസത്തിൻ്റെ വളർച്ച എന്ന് പറയണത് ഈ ദുരിതകാലത്തും ദൈവത്തിൻ്റെ സ്നേഹം അവൾ അനുഭവിക്കുകയാണ്. അതാണ് ദുരിതങ്ങളെ എനിക്ക് ഉപകാരമായി. ഞാൻ ആ കാലങ്ങളിലെല്ലാം എൻ്റെ കർത്താവിൻ്റെ വചനം പാലിക്കാൻ